കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവജന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് യൂട്യൂബിൽ ദൈവജനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നാം ഉൾപ്പെട്ടിരിക്കുന്ന രാജ്യം പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നാം മുമ്പെങ്കിലും കണ്ടിട്ടില്ലാത്ത നിലയിലേക്ക് ജനം എന്തു ചെയ്യുവാൻ മടിക്കാത്ത ഒരു കാലഘട്ടത്തിലേക്ക് ജനം നീങ്ങിയിരിക്കുകയാണ്. പരസ്പരമുള്ള ബഹുമാനവും സ്നേഹവും ഒന്നുമില്ലാതെ എന്തും ഏതും ചെയ്യുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സമൂഹത്തിന് നടുവിലാണ് നമ്മൾ പാർക്കുന്നത്. നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നെബൂഖദ്നേസർ കണ്ട സ്വപ്നമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആ സ്വപ്നത്തെക്കുറിച്ച് നാം നോക്കുമ്പോൾ ആ ബിംബം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ പല മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയിരിക്കുകയാണ്. അത് മുകളിൽ നിന്ന് നോക്കി താഴോട്ട് വരുംതോറും വാല്യൂ കുറഞ്ഞ, ശോഭ കുറഞ്ഞ വസ്തുക്കളെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തലം മാത്രം തങ്കം, അതിന് താഴെ വെള്ളി, വെള്ളിക്ക് താഴെ താമ്രം, താമ്രത്ത് താഴെ ഇരുമ്പ്, പിന്നെ ഇരുമ്പും കളിമണ്ണും. അപ്പോൾ മുകളിൽ നിന്ന് അടിതോട്ട് വരുംതോറും വാല്യൂവും ശോഭയും കുറഞ്ഞ, ബലം കുറഞ്ഞ ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നത്. അത് മൊത്തം ബാബിലോണിയ സാമ്രാജ്യം മുതൽ ഇന്നു വരെയുള്ളതായ കാലഘട്ടത്തെയാണ് ആ ബിംബം സൂചിപ്പിക്കുന്നത്. നമ്മൾ ആ ഭാഗമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഒന്നാമത്തെ സാമ്രാജ്യ ശക്തിയായിരുന്ന ബാബിലോൺ കാലഘട്ടം മുതൽ ഇന്നു വരെയുള്ളതായ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ആ ഭാഗം പ്രതിപാദിക്കുന്നത്. അത് പ്രധാനമായും 4 സാമ്രാജ്യങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തരം തങ്കം കൊണ്ടുണ്ടാക്കിയത് അത് ബാബിലോണിയ സാമ്രാജ്യം. അത് ഏറ്റവും പ്രധാനപ്പെട്ട സാമ്രാജ്യം. നല്ല വാല്യൂ ഉള്ള, ശോഭയുള്ള ഒരു നല്ല സാമ്രാജ്യം. രണ്ടാമത്തെ സാമ്രാജ്യമാണ് വെള്ളി ഉണ്ടാക്കിയ സാമ്രാജ്യം. മൂന്നാമത്തെ സാമ്രാജ്യം അത് താമ്രം കൊണ്ട് ഉണ്ടാക്കിയത്, അത് ഗ്രീക്ക് സാമ്രാജ്യം. നാലാമത്തെ ഇരുമ്പാണ്. അത് കാൽ രണ്ടും, അത് റോമൻ സാമ്രാജ്യത്തെ കാണിക്കുന്നു. നമ്മുടെ തലയെക്കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. നെബൂഖദ്നേസറിന്റെ രാജ്യം വിലയുള്ള സ്വർണത്തോട് ഉപമിക്കപ്പെടുന്നു. അത് വളരെ സമ്പൂർണ്ണമാകുന്ന ഒരു രാജ്യവാഴ്ചയായിരുന്നു. ദാനിയേൽ പറഞ്ഞ സ്വപ്നം കറക്റ്റ് ആയിരുന്നു. ദാനിയേൽ കൊടുത്ത വ്യാഖ്യാനവും വളരെ കറക്റ്റാണ്. കറക്റ്റാണെന്ന് പറയാൻ കാര്യം, പിന്നീട് നോക്കുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചരിത്രത്തിൽ
ഇരുമ്പ് വരെയുള്ള ഭാഗം പൂർത്തീകരിക്കപ്പെട്ടു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാതി ഇരുമ്പും പാതി കളിമണ്ണും എന്നുള്ള ഒരു സമ്പ്രദായമാണ്. അതാണ് ഞാൻ പറയുന്നത്, ഇന്നത്തെ കാലഘട്ടം എന്ന് ഞാൻ പറഞ്ഞത്. നമുക്കിനി രണ്ടാമത്തെ ഭാഗം, ഒന്നാമത്തെ ഭാഗം തല തങ്കം കൊണ്ടുള്ളത്, രണ്ടാമത്തെ ഭാഗം കൈയും നെഞ്ചും വെള്ളി കൊണ്ടുണ്ടാക്കിയത്. നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ രണ്ട് ഭാഗമുണ്ട്, ഒന്ന് വലത്തെ ഭാഗവും ഒന്ന് ഇടത്തെ ഭാഗം. എന്താണ് അത് സൂചിപ്പിക്കുന്നത്? വലത്തെ ഭാഗവും ഇടത്തെ ഭാഗവും ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഈ കൈയും നെഞ്ചും വരുന്നത്. എന്ന് പറഞ്ഞാൽ അതൊറ്റ സാമ്രാജ്യമല്ല, അത് രണ്ട് സാമ്രാജ്യം. മേദ്യയും പേർഷ്യ എന്ന് പറയുന്നത് രണ്ട് സാമ്രാജ്യമാണ്. അതിലൊരു സാമ്രാജ്യം ശക്തിപ്പെട്ടു വന്നു, അത് മറ്റേ സാമ്രാജ്യത്തെ കൂടെ കീഴടക്കി. അങ്ങനെ അവർ വലിയ സാമ്രാജ്യ ശക്തിയായി മാറി. അവർ സാമ്രാജ്യ ശക്തിയായപ്പോൾ ബാബിലോണിൻ്റെ രാജവാഴ്ച അവിടെ അങ്ങോട്ട് തീർന്നു. നമ്മൾ അങ്ങോട്ട് പഠിച്ചു പോകുമ്പോൾ മേദ്യ പേർഷ്യക്കാർ എങ്ങനെയാണ് രാജ്യം കീഴടക്കിയതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. നമ്മൾ ആ ഭാഗത്ത് വരുമ്പോൾ ചരിത്രത്തിലേക്ക് പോകാം. ഇവിടെ ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾ ചേർന്നതാണ് രണ്ടാമത്തെ സാമ്രാജ്യം, ഒന്ന് തന്നെയല്ല. ആ രണ്ട് കൈയും സൂചിപ്പിക്കുന്ന ഒന്ന് മേദ്യ, മറ്റൊന്ന് പേർഷ്യ. ഇത് രണ്ട് സാമ്രാജ്യമായിരുന്നു. അതിലൊന്ന് ശക്തിപ്പെട്ടു, എന്നിട്ട് മറ്റേ സാമ്രാജ്യത്തെ കീഴടക്കി. എന്നിട്ട് രണ്ടും കൂടെ അവർ ചേർത്ത് വെച്ചിട്ട് മൂന്നാമത്തെ രണ്ടും ചേർന്നിട്ട് ബാബിലോൺ സാമ്രാജ്യത്തെ കീഴടക്കുന്നു. ഇതാണ് നാം പറഞ്ഞ രണ്ടാമത്തെ സാമ്രാജ്യം, വെള്ളി കൊണ്ടുണ്ടാക്കിയത്. മൂന്നാമത്തേത് വയറും മരയും താമ്ര കൊണ്ടുണ്ടാക്കിയതാണ്. അത് ഗ്രീക്ക് സാമ്രാജ്യത്തെ കാണിക്കുന്നതാണ്. ഗ്രീക്ക് സാമ്രാജ്യം നമുക്കറിയാം. അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ആ സാമ്രാജ്യ ശക്തിയാണ് താമ്രമെന്ന കാര്യം പ്രതിനിധീകരിക്കുന്നത്. നാലാമത്തതാണ് കാൽ, ഇരുമ്പെന്ന് പറയുന്നത്. അത് റോമൻ സാമ്രാജ്യത്തെ കാണിക്കുന്നു. കാൽ ഇരുമ്പ. നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞു കൈ രണ്ട് കൈയാ. അപ്പോൾ അതുകൊണ്ട് രണ്ട് സാമ്രാജ്യം ചേർന്നതാണ് ഒരു സാമ്രാജ്യമായി കാണുന്നത്. നമ്മൾ കാലിലോട്ട് വരുമ്പോൾ കാൽ രണ്ടായിട്ട് പിരിയുന്നു. എന്ന് പറഞ്ഞാൽ റോമൻ സാമ്രാജ്യം പിൽക്കാലത്ത് രണ്ടായി മാറി. അതാണ് കാലിനെ കാണിക്കുന്നത്. കാൽ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതാണ്. ആ റോമൻ സാമ്രാജ്യം രണ്ട് പിരിവുകളായി മാറുന്നു. അതാണ് നാലാമത്തെ സാമ്രാജ്യം. ഇനി ബാക്കി താഴെ വരുമ്പോൾ കാലിനോട് ചേർന്നുള്ള വിരലുകൾ അവിടെ വായിക്കുന്നത് പാതി കളിമണ്ണും പാതി ഇരുമ്പ് കൊണ്ടുള്ളതാണ്. പാതി കളിമണ്ണും പാതി ഇരുമ്പും. ഇത് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ഒരിക്കലും ചേർത്തില്ല. ഇത് നമുക്കറിയാം, കളിമണ്ണിൻ്റെ അകത്ത് ഇരുമ്പിട്ടാൽ
അത് വേഗം തുരുമ്പ് പിടിച്ച് ആ ഇരുമ്പ് വേഗം നശിച്ചു പോകും. എന്ന് പറഞ്ഞാൽ ഒട്ടും ശക്തിയില്ലാത്തതും ഏതു സമയവും ഉടഞ്ഞു പോകുന്നതുമായിരിക്കും. നമുക്ക് ആ 2-ാം അധ്യായത്തിൻ്റെ 43-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 2:43. ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിന്റെ താല്പര്യമോ, അവർ മനുഷ്യ ബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല. ഓക്കെ, ഇവിടെ വായിക്കുന്നു, അവർ മനുഷ്യ ബീജത്താൽ ഒന്നാണെങ്കിലും തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാത്തതുപോലെ ഇവർ തമ്മിൽ ചേരുകയില്ല. അതാണ് ഈ ക്ലാസ് ആരംഭിച്ചപ്പോൾ പറഞ്ഞത്. ഇന്നത്തെ ഒരു കാലഘട്ടമാണ്. എല്ലാം മനുഷ്യരാ, പരസ്പരം ചേരും. എന്നാൽ ഇന്നത്തെ ഏത് രാജ്യത്തേക്ക് നോക്കിയാലും പരസ്പരം അവർ ഒരിക്കലും യോജിക്കത്തില്ല. എത്ര നല്ല ഭരണാധികാരിയായാലും അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ അവനെ പുറത്തു ചാടിച്ചിട്ട് മറ്റവൻ അധികാരസ്ഥാനത്ത് വരും. ഒരിക്കലും ചേരത്തില്ല. അല്ലെങ്കിൽ ഒരേ പാർട്ടി ആണെങ്കിൽ തന്നെയും നിസാര കാര്യങ്ങൾക്കെല്ലാം വാശി പിടിച്ച് അവൻ അവിടുന്ന് വെളിച്ചാടി അടുത്തൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു. അവൻ കുറേ ആളുകളെ സംഘടിപ്പിക്കുന്നു. അവൻ ഭരണം ഏറ്റെടുക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇവരെത്ര നോക്കിയാലും ഈ ഇരുമ്പും കളിമണ്ണും ചേരാത്തതുപോലെ ഇത് ജനാധിപത്യ ഭരണത്തെ കാണിക്കുന്നു. ഇത് നമ്മൾ ചേരത്തില്ല. ഒരു ദിവസം ഭരിക്കുമ്പോൾ പറയും ഞങ്ങൾ ഭരിച്ചപ്പോൾ ശരിയായിരുന്നു, യുവമാര് ഭരിക്കുന്നത് ശരിയല്ല. അടുത്ത ആളുകൾ പറയും ഞങ്ങൾ ഭരിച്ചപ്പോൾ ശരിയാ, യുവമാര് ശരിയല്ല. ഈ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലാതെ ഒരിക്കലും ഇവർ തമ്മിൽ ചേരത്തില്ല. അതാണ് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഇപ്പോൾ ഇങ്ങനത്തെ നമ്മുടെ ഇവിടുത്തെ സ്ഥിതി ഇപ്പോൾ ഇങ്ങനെയാ. ഇരുമ്പും കളിമണ്ണും പോലെയാ. ഒരു ബലവുമില്ല. ഏത് സമയം വേണം തകരാം. ഏത് മന്ത്രിസഭയും നിലത്ത് വീഴാം. ഏത് സമയവും ഒരിക്കലും ചേരുകയില്ല. എന്നാൽ കാലിനോട് ചേർന്ന് പാദത്തിൻ്റെ അകത്ത് 2 പാദം കൂടെ ചേർത്ത് 5 10 വിരലുകളുണ്ട്. നമുക്ക് ആ വിരലുകൾ എന്താണ് നമുക്ക് നോക്കാം. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഇതുവരെ ഉള്ളതായ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ 4 സാമ്രാജ്യങ്ങൾ ഓൾറെഡി ഈ ഭൂമിയിൽ ഭരിച്ചു വാണു, അവർ നിർത്തി. 4 ഭരണങ്ങളാണ്. 4 സാമ്രാജ്യങ്ങൾ ലോകത്തിലൂടെ എടുത്തു. ഈ 4 സാമ്രാജ്യങ്ങളും അവർ ഭരിച്ചു നിർത്തിപ്പോയി. ഇപ്പോൾ ഉള്ളത് ഇരുമ്പും കളിമണ്ണും കൂടി ചേർന്ന ഒരു ജനാധിപത്യ ഭരണകാലഘട്ടം. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് അതിൻ്റെ 45-ാമത്തെ വാക്യം വെച്ച് 44-45 വാക്യം വായിച്ച്. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗ്ഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും.
ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. കൈ തൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്ന് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്ത് കളഞ്ഞതായി കണ്ടതിന്റെ താല്പര്യമോ മഹാദൈവം മേലാൽ സംഭവിപ്പാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നം നിശ്ചയവും അർത്ഥം സത്യവുമാകുന്നു. ഓക്കെ, നമുക്ക് 44-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറൊരു ജാതിക്കും കൊടുക്കുകയില്ല. അത് ഈ രാജ്യത്വങ്ങളൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. അതിനു മുമ്പായി ആ വിരലുകളിലേക്ക് നമുക്കൊന്ന് പോകാം. അത് രണ്ടും കൂടി ചേർന്ന് നമുക്കവിടെ ചിന്തിക്കാൻ. ആ കല്ല് വന്നിട്ട് ബിംബത്തിന്റെ കാലിൽ പതിക്കുകയും അങ്ങനെ അത് നിമിത്തം ബിംബം മുടഞ്ഞു പോവുകയാണ്. അവിടെ മുമ്പ് ഞാൻ ഓർപ്പിച്ചതുപോലെ 10 വിരലുകളുണ്ട്. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരിക്കലും നശിപ്പിക്കപ്പെടാത്തൊരു രാജ്യം സ്ഥാപിക്കും. കൈ തൊടാതൊരു കല്ല് ബിംബത്തിന്റെ പാദങ്ങളിൽ അടിക്കുന്നു. അവിടെ കാണുമ്പോൾ 10 വിരലുണ്ട്. ആ 10 വിരൽ ഭാവിയിൽ സംഭവിപ്പാൻ പോകുന്ന 10 രാജ്യങ്ങളുടെ ഫെഡറേഷനായിട്ട് നമുക്കതിനെ കാണുവാൻ കഴിയും. ഇതുവരെ അങ്ങനെ ഒരു ഫെഡറേഷൻ വന്നിട്ടില്ല. ഒരു കാലത്ത് ആളുകൾ യൂറോപ്പിലെ ചില രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നപ്പോൾ യൂറോപ്യൻ കോമൺ മാർക്കറ്റ് ഉള്ള ബന്ധത്തിൽ ഏകദേശം കുറേ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നു. എന്നാൽ ഇപ്പം നോക്കും പല രാജ്യങ്ങളും അവിടെ നിന്ന് വിട്ടുമാറി. ഇനി അതിനി പുരോഗമിക്കുമോ എന്നെനിക്കറിയത്തില്ല. അവരവരുടെ 10 രാജ്യത്തെയും നാണയത്തിൻ്റെ പേരുകൾ മാറ്റി, അതിന് ഡിസൈനുകൾ മാറ്റി, ഈ 10 രാജ്യത്തും ഒരേ നാണയം, ഒരേ വാല്യൂ ഒക്കെ അവരാക്കി തീർത്തായിരുന്നു. ഇപ്പം അതിലേതോ ചില രാജ്യങ്ങളൊക്കെ അതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. അപ്പം എന്തായാലും ശരി, അന്തിക്രിസ്തുവിൻ്റെ കാലഘട്ടമാകുമ്പോഴേക്കും 10 രാജാക്കന്മാരുടെ ഒരു ഫെഡറേഷൻ, ഒരു അലയൻസ്, ഒരുമിച്ചുള്ളതായ ഒരു പ്രവർത്തനം അന്തിക്രിസ്തുവിൻ്റെ പിൻപിൽ സപ്പോർട്ടിനായി ഇറങ്ങി വരും. അതാരൊക്കെയാണ് ഏതൊക്കെയാണെന്ന് പറയുവാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഇന്നത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ പല പണ്ഡിതന്മാരുടെയും തിയോളജിയൻസിൻ്റെയും അഭിപ്രായം അനുസരിച്ച് യൂറോപ്പിലുള്ള രാജ്യങ്ങളായിരിക്കാം എന്ന് പറയപ്പെടുന്നു. യൂറോപ്പിലുള്ള 10 രാജ്യങ്ങൾ അത് യൂറോപ്യൻ കോമൺ മാർക്കറ്റ് ആയിരിക്കാം. അതിന് ബേസിക് എന്ന് വേണമെങ്കിലും ആളുകൾ പറയുന്നുണ്ട്. കാരണം അവിടെ നാണയത്തിൻ്റെ പേരെല്ലാം ഏകീകരിച്ചു. അങ്ങനെ പലതിലും അവർ ഒരു ഏകീകരണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ശരി, ഇതുപോലെ ഫെഡറേഷൻ റോമൻ സാമ്രാജ്യമാണ് ലാസ്റ്റ് സാമ്രാജ്യം. ആ സാമ്രാജ്യത്തിനകത്ത് ഇതുപോലെ ഫെഡറേഷൻ നിവർത്തീകരിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ ദാനിയേൽ പുസ്തകം 7-ാമത്തെ 24-ാമത്തെ വാക്യം വായിച്ച്,
ദാനിയേൽ 7:24. ഈ രാജ്യത്ത് നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽക്കാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും. അവൻ മുമ്പിലത്തുള്ളവരോട് വ്യത്യാസമുള്ളവനായി 3 രാജാക്കന്മാരെ വീഴിച്ചു കളയും. ഓക്കെ, ഇനി വെളിപ്പാട് പുസ്തകം 17:12. Revelation chapter 17 verse 12. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ. അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോടൊന്നിച്ച് 1 നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും താനും. അപ്പൊ ഇതുവരെ അവർ അധികാരത്തിൽ ആ ഫെഡറേഷൻ വന്നിട്ടില്ല. ദൈവം അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള സ്റ്റഡി 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ എടുത്തുകൊള്ളാം. എനിക്ക് ജസ്റ്റ് അറിവിന് വേണ്ടി മാത്രം ഞാൻ ഈ ഭാഗത്ത് പറയുകയാണ്. ഇതുവരെ ആ സാമ്രാജ്യം, ആ ഫെഡറേഷൻ ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. അന്തിക്രിസ്തുവിന്റെ കാലഘട്ടമാകുമ്പോഴേക്കും ഈ 10 രാജ്യങ്ങളുടെ ഫെഡറേഷൻ നിലവിൽ വരുന്നതായിരിക്കും. ഈ മറ്റൊരു കാര്യം, റോമൻ സാമ്രാജ്യത്തിന്റെ അധപ്പതനത്തിന് ശേഷം റോമൻ സാമ്രാജ്യത്തിന് തുല്യമാകുന്ന ഒരു ലോകാധിപത്യ സാമ്രാജ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പണ്ഡിതന്മാർ പറയപ്പെടുന്നത്, ഏതെങ്കിലും രൂപത്തിൽ വീണുപോയ സ്വേച്ഛാധിപത്യമായ റോമൻ സാമ്രാജ്യത്തോട് ചേർന്ന് എതിർ ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ ഒരു സാമ്രാജ്യം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് പല വേദപണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു. അവിടെ റോം ഇപ്പോൾ നിൽക്കുന്നത് യൂറോപ്യൻ കൺട്രി ഭാഗത്താണ്. അതുകൊണ്ട് എതിർ ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ 10 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നൊരു ഫെഡറേഷൻ എതിർ ക്രിസ്തുവിന്റെ പിൻപിൽ അവന് സഹായത്തിനായി നിൽക്കും എന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ളതായ ആ 10 ഫെഡറേഷനും അന്തിക്രിസ്തുവും ചേർന്ന് ഭരിക്കുമ്പോഴാണ് നമ്മൾ 45-ാം വാക്യത്തിൽ വായിച്ചതുപോലെ, കൈ തൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്ന് വരുന്നു, ഈ ബിംബത്തിൻ്റെ പാദത്തിന്മേൽ അടിക്കുന്നു, അത് ഉടഞ്ഞ് തരിപ്പണമായി പൊടിയായി അത് മാറ്റപ്പെടുന്നു. ആ കല്ല് ഒരു വലിയ പർവ്വതമായി മാറ്റപ്പെടുന്നു. അങ്ങനെയെങ്കിൽ 112 സംഗതി 22-ാമത്തെ വാക്യം വായിച്ചു. 118-22. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഇനി യെശയ്യാ 8:14. എന്നാൽ അവനൊരു വിശുദ്ധ മന്ദിരമായിരിക്കും. എങ്കിലും ഇസ്രായേൽ ഗൃഹത്തിന് രണ്ടിനും അവൻ ഒരു ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയും യെരൂശലേം നിവാസികൾക്ക് ഒരു കുടുക്കും കെണിയും ആയിരിക്കും. 28:16. യെശയ്യാ 28:16. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. ഓക്കെ, അപ്പോൾ ഈ കൈ തൊടാതെ ഉള്ള കല്ല് എന്ന് പറയുന്നത് ഒരു സഭയല്ല, ഏതെങ്കിലും സാമ്രാജ്യ ശക്തിയല്ല, ഏതെങ്കിലും ഒരു നേതാവല്ല, അത് സാക്ഷാൽ മശികയാകുന്ന ക്രിസ്തു തന്നെയാണ്. അപ്പൊ ഇനി നമ്മൾ 44-ാമത്തെ വാക്യം കൊണ്ട് ചേർന്ന് ചിന്തിക്കണം. ഇങ്ങനെ ഒരു
സാമ്രാജ്യം വന്ന് താഴെ ജനാധിപത്യം വന്നു. അവസാനം വന്നപ്പോൾ അന്തിക്രിസ്തുവും അവനോടുള്ളതായി ചേർന്നതായ 10 ഫെഡറേഷൻ, ഒരു 10 രാജാക്കന്മാർ ഫെഡറേഷൻ കൂടി ചേർന്ന് നിൽക്കുന്ന ആ ഭരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ 7 വർഷത്തെ ആ ട്രിബുലേഷൻ, അതിൻ്റെ അവസാനം സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. മഹോദ്രവ കാലഘട്ടം, ഗ്രേറ്റ് ട്രിബുലേഷൻ. ആ മഹോദ്രവ കാലഘട്ടത്തിൻ്റെ അവസാനം, മഹോദ്രവ കാലഘട്ടം എതിർ ക്രിസ്തുവും ഈ 10 രാജ്യങ്ങൾ ചേർന്ന ഫെഡറേഷനും കൂടി ചേർന്ന് ഇങ്ങനെ ഭരിച്ച് ഇങ്ങനെ മുൻപോട്ട് വരുമ്പോൾ ആമീൻ, പർവ്വതത്തിൽ നിന്നും കൈ തൊടാത്ത കല്ലാകുന്ന ക്രിസ്തു തൻ്റെ സഭയും തൻ്റെ വിശുദ്ധന്മാരും തൻ്റെ ദൂതന്മാരുമായി അവൻ ഇറങ്ങി വരുന്നു. ഇറങ്ങി വന്നിട്ട് ഈ കല്ലിനെ, ഈ കണ്ടതായ ഈ ഫെഡറേഷനെയും ആന്തിക്രിസ്തുവിന് സകല ഭരണചക്രത്തെയും അതിൻ്റെ സകല സ്ഥാപനങ്ങളെയും തച്ചുടയ്ക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ സെക്കര്യാവിൽ പഠിച്ചതുപോലെ അന്നാൽ അവൻ്റെ പാദം ഒലിവ് മലയിൽ ചവിട്ടും, ഒലിവ് മല 2 പിളർക്കും, ഒരു പുത്തൻ താഴ്വര ഉളവായി വരും. അവിടെ നടക്കുന്ന അർമഗദോൻ യുദ്ധം, ആ യുദ്ധത്തോടുകൂടെ എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകന്മാരെയും സകല എണ്ണത്തെ കൊണ്ടുപോയി 1000 ആണ്ടത്തേക്ക് അഗാധകൂപത്തിൽ ചങ്ങലയിട്ട് അവിടെ പൂട്ടിയിടും. എന്നിട്ട് ഇനിയുമാണ് 44-ാം വാക്യത്തിനകത്ത് വായിച്ച്, ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്കും ഏൽപ്പിക്കപ്പെടുകയില്ല. ആമേൻ. എന്ന് പറഞ്ഞാൽ ബാബിലോണിന്റെ കാലഘട്ടം തീരാറായപ്പോൾ ദൈവം ബാബിലോണിനെ മേദ്യ പേർഷ്യയുടെ കൈക്കകത്ത് കൊടുത്തു. മേദ്യ പേർഷ്യയുടെ കാലഘട്ടം തീരാറായപ്പോൾ ദൈവം സാമ്രാജ്യം ഗ്രീക്ക് സാമ്രാജ്യത്തിന് കയ്യിൽ കൊടുത്തു. ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ കാലഘട്ടം തീരാറായപ്പോൾ ദൈവം റോമൻ സാമ്രാജ്യത്തെ എഴുന്നേൽപ്പിച്ചു. റോമൻ സാമ്രാജ്യത്തെ കാലഘട്ടം തീരാറായപ്പോൾ അത് ഒരു ജനാധിപത്യപരമാകുന്ന ഒരനുഭവങ്ങളിലേക്ക് അത് നീങ്ങി. എന്നിട്ട് വീണ്ടും ജനാധിപത്യത്തിൻ്റെ അവസാനം വന്നപ്പോൾ എതിർ ക്രിസ്തുവും അവരോട് ചേർന്നുള്ള ഫെഡറേഷനും കൂടെ ലോകത്ത് സാമ്രാജ്യ ശക്തിയായി മാറ്റപ്പെട്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന സാക്ഷാൽ കല്ലായവൻ ഇതിന്മേൽ വീഴുകയും ഇത് ധൂളിയായി പൊടിയായി ലോകത്തിലെന്നും ശേഷിക്കാത്ത നിലയിൽ ഇത് പറന്നു പോവുകയും ചെയ്യും. എന്നിട്ട് ആ കല്ല് ഒരു മഹാപർവ്വതമാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ കർത്താവ് വരും. 2ാം വരവിൻ്റെ 2ാമത്തെ ഘട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ 2ാം വരവിന് 2 മുഖങ്ങൾ, 2 ആമുഖങ്ങളുണ്ട്. 1ാമത്തെ ആമുഖത്തിൽ ഇവിടെയുള്ള വിശുദ്ധന്മാരും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരും മരിച്ചുപോയ വിശുദ്ധന്മാരും ഇവിടെ നിന്നും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. ഇത് 1ാമത്തെ ആമുഖം. 2ാമത്തെ ആമുഖം എന്ന് പറയുന്നത് കർത്താവ് നേരിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതാണ്. അതാണ് 2ാം വരവ് പൂർത്തീകരിക്കപ്പെടുന്ന അവിടെയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിരിക്കുന്നത് 2ാം വരവെന്ന് പറയുമ്പോൾ കർത്താവിന് കാഹളം ധ്വനിക്കുന്നതാണ് 2ാം വരവെന്ന് പറയുന്നത്. 2ാം വരവിൻ്റെ ഒരു വശമാണത്.
അന്ന് കർത്താവ് ഭൂമിയിലേക്ക് വരുന്നില്ല. കർത്താവ് തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ മധ്യാകാശം വരെ വരുന്നുള്ളൂ, ഭൂമിയിലേക്ക് വരുന്നില്ല. ഭൂമിയിലേക്ക് പൂർണ്ണമായി വരുമ്പോൾ മാത്രമേ രണ്ടാം വരവിൻ്റെ പൂർത്തീകരണം നടക്കത്തുള്ളൂ. അതുകൊണ്ട് കർത്താവ് മധ്യാകാശത്ത് വന്ന് തൻ്റെ വിശുദ്ധന്മാരെ അവിടെ വച്ച് സ്വീകരിച്ച് അങ്ങ് മുകളിൽ സ്വർഗത്തിൽ പോകുന്നു. അവിടെ 7 വർഷം കഴിയുമ്പോൾ ഇവിടെ മഹോപദ്ര കാലഘട്ടം ആരംഭിച്ചു കഴിഞ്ഞു. അതിന് കാഠിന്യപ്പെട്ട് അതിൻ്റെ അന്ത്യമാകുമ്പോഴേക്കും ഇവിടെ ഏൽപ്പിച്ച് പറഞ്ഞ പോലെ ദൈവം ഇറങ്ങി വന്നിട്ട് ഇത് നശിപ്പിച്ചിട്ട് ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വമാണ് 2000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത്. എന്നിട്ട് പറയുന്നു അത് ഈ രാജ്യത്വങ്ങളെയൊക്കെ തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. അതിന് മുമ്പ് പറയുന്നു ആ രാജ്യത്വം വേറെ ഒരു ജാതിക്കും ഏൽപ്പിക്കപ്പെടുകയില്ല. കർത്താവ് ആമി സ്ഥാപിക്കപ്പെടുവാൻ പോകുന്ന രാജ്യം അത് ഇനിയും വേറൊരു ജാതിക്കും ഭരിക്കാൻ കൊടുക്കുകയില്ല. കർത്താവ് നേരിട്ട് ഭരിക്കുന്ന ശ്രേഷ്ഠമേറിയ ഒരു ഭരണം അവിടെ നടക്കും. ഇതാണ് ഈ കണ്ട സ്വപ്നത്തിൻ്റെ ഏകദേശ രൂപം എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ അർത്ഥം. നാം മനസ്സിലാക്കിക്കൊള്ളും. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ സാമ്രാജ്യങ്ങളും ഇന്നുള്ളതായ എന്തു പറയുന്നത് ആർക്കും ഒരു സ്ഥിരമില്ലാതെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതെല്ലാം തരിപ്പണമായിട്ട് യഥാർത്ഥ മശികയായവൻ രാജാവായി ഇറങ്ങി വരികയും എന്നേക്കും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം ഈ ഭൂമിയിൽ സ്ഥാപിക്കും. ആ രാജ്യത്വം വേറൊരു ജാതിക്കും ഏൽപ്പിക്കപ്പെടുകയില്ല എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവജനത്തിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഉള്ള ഒരു പ്രത്യാശ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ പ്രത്യാശ, ആമേൻ, നമ്മുടെ പ്രത്യാശ ഇതാണ്. നമ്മുടെ പ്രത്യാശ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മുടെ പ്രത്യാശ നമ്മുടെ കർത്താവാണ്. കർത്താവ് നമ്മെ വന്ന് ചേർത്ത് കൊണ്ടുപോകും. കർത്താവുമായിട്ട് ഈ ഭൂമിയിൽ യുഗായുഗമായി നാം അവനോട് ഒരുമിച്ച് വാഴുന്നൊരു സുദിനം. ഇതാണ് ദൈവമക്കളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നത് പ്രിയപ്പെട്ടവരിൽ യൂട്യൂബിലായാലും കൊള്ളാം, ഈ സൂം ഫ്ലാറ്റുമിലായാലും കൊള്ളാം, കേൾക്കുന്നവർ ആർക്കെങ്കിലും ഈ നിലയിൽ ഒരു പ്രത്യാശ ഇല്ല എങ്കിൽ ഇന്ന് രാത്രിയിൽ ആ പ്രത്യാശ പുതുക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഈ ഭാഗം നിർത്താവൂ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിച്ചു കൊള്ളുന്നു. ദൈവം നമ്മെ വിളിച്ചിറക്കിയതും ദൈവം നമ്മെ രക്ഷിച്ചതും ഈ ലോകത്തിലെ താൽക്കാലികമാകുന്ന സ്ഥാനത്തിന് വേണ്ടിയോ താൽക്കാലികമാകുന്ന പൊസിഷന് വേണ്ടിയോ താൽക്കാലികമാകുന്ന എന്തെങ്കിലും ഭൗതിക നന്മകത്തെ തൃപ്തിപ്പെടുത്തുവാനോ അല്ലെങ്കിൽ ഈ ലോകത്തിൽ എന്തെങ്കിലും ആയിത്തീർന്നുകൊണ്ട് അവിടെ കൊണ്ട് ജീവിതം അവസാനിക്കുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിറക്കിയത്. നമുക്കൊരു ശ്രേഷ്ഠമേറിയ പ്രത്യാശയുണ്ട്. നമ്മുടെ സാക്ഷാൽ ദൈവമായവൻ അവൻ രാജ്യത്തെ ഏറ്റെടുക്കും എന്ന് പറയുന്ന പ്രത്യാശയുടെ സുദിനം നമുക്കെല്ലാവർക്കും ഒന്ന് കാണണം, നമുക്കത് അനുഭവിക്കണം. ഇത് നമ്മുടെ പ്രത്യാശയാണ്. ഇനി നമുക്ക് 46 മുതൽ 49 വാക്യങ്ങളിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് സാഷ്ടാംഗം വീണ് ദാനിയേലിനെ നമസ്കരിച്ചു. അവനൊരു വഴിപാടും സൗരഭ്യവാസനയും അർപ്പിക്കണമെന്ന് കൽപ്പിച്ചു. രാജാവ് ദാനിയേലിനോട്, നീ ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദൈവാദി ദൈവവും രാജാതി കർത്താവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നതുമാകുന്നു സത്യം എന്ന് കൽപ്പിച്ചു. രാജാവ് ദാനിയേലിനെ മഹാനാക്കി അവൻ അനേകം വലിയ സമ്മാനങ്ങളും കൊടുത്തു. അവനെ ബാബേൽ സംസ്ഥാനത്തിനൊക്കെയും
അധിപതിയും ബാബേലിലെ സകല വിദ്വാൻമാർക്കും പ്രധാന വിചാരകനുമാക്കി വെച്ചു. ദാനിയേലിന്റെ അപേക്ഷ പ്രകാരം രാജാവ് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകനാക്കി. ദാനിയേലോ രാജാവിന്റെ കോവിലകത്ത് പാർത്തു. ഓക്കെ, അടുത്ത ഏറ്റവും കുറെ കൂടെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദാനിയേൽ സ്വപ്നത്തെയും അതിന്റെ വ്യാഖ്യാനത്തെയും കുറിച്ച് രാജാവിനെ അറിയിച്ചപ്പോൾ രാജാവിനുണ്ടായ 3 പ്രതികരണങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. 3 പ്രതികരണങ്ങൾ. ഒന്ന്, നെബൂഖദ്നേസർ രാജാവ് സാഷ്ടാംഗം വീണു. എവിടാ സാഷ്ടാംഗം വീണത്? അതിൻ്റെ 46-ാമത്തെ വാക്യത്തിൽ നോക്കിയ അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് സാഷ്ടാംഗം വീണ് ആരെ നമസ്കരിച്ചു? ദാനിയേലിനെ നമസ്കരിച്ചു. 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാ, അവർ രാജാവ് കഴിക്കുന്ന രാജഭോജനം വീഞ്ഞുമൊക്കെ കുടിക്കണം, പേര് മാറ്റി ഈ നിലയിലൊക്കെ ചെയ്തപ്പോൾ ഈ 3-4 പേര് തങ്ങളെ തന്നെ അശുദ്ധമാക്കത്തില്ല എന്ന തീരുമാനത്തിന്മേൽ അടിയുറച്ച് നിന്നു. നോക്കണം, അങ്ങനെ അടിയുറച്ച് നിന്നപ്പോൾ ഇപ്പോൾ രാജാവിനെ നമസ്കരിക്കേണ്ട സ്ഥാനത്ത് ആരാ നെബൂഖദ്നേസർ? ഒരു കൊച്ചു മന്ത്രിയല്ല. ലോകത്തെ ഏറ്റവും വലിയ അന്നത്തെ സാമ്രാജ്യ ശക്തിയാകുന്ന ആ സാമ്രാജ്യത്തിൻ്റെ അധിപനാകുന്ന നെബൂഖദ്നേസർ ആരുടെ മുമ്പിൽ മുട്ടുമടക്കി? ദാനിയേൽ എന്ന് പറയുന്ന ഭക്തന്റെ മുമ്പിൽ മുട്ടുകുത്തി. സ്തോത്രം. നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്നുള്ള പലരും ഇങ്ങനെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുമ്പിൽ പോയി മുട്ടുകുത്തുന്നത് കാണുമ്പോൾ അവരുടെ മുമ്പിൽ പാദം വീണ് കിടക്കുന്ന കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർപ്പിച്ചുകൊള്ളണം, നീ ഭക്തിയോട് ജീവിക്കുകയും വിശുദ്ധി കാത്തു സൂക്ഷിക്കുകയും വചനത്തിന് വേണ്ടി നിലനിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ നീ ഒരുത്തൻ്റെ മുമ്പിൽ പോയി മുട്ടുകുത്തേണ്ടി വരത്തില്ല. അവൻ നിന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവമക്കൾ ഓർത്തുകൊണ്ട്, നിങ്ങൾ സാധാരണക്കാരായിരിക്കാം, നിങ്ങൾക്ക് വിദ്യാഭ്യാസം കാണത്തില്ല, നിങ്ങൾക്ക് വേണ്ടത്ര കഴിവ് കാണത്തില്ല, നിങ്ങൾക്ക് വേണ്ടത്ര ജ്ഞാനം കാണത്തില്ല, നിങ്ങൾക്ക് പണം കാണത്തില്ല. പക്ഷെങ്കിൽ ദൈവഭക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ലോകത്തിൻ്റെ ഇമ്പങ്ങളുടെ മുമ്പിൽ അടിയറ വെക്കാത്തവരായി, ലോകമോഹങ്ങൾക്കും ലോകത്തിൻ്റെ മുമ്പിൽ അടിയറ വെക്കാതെ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവിക പ്രമാണത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നു എങ്കിൽ, അങ്ങനെ ആയിരിക്കും ദൈവജനം ഓർത്തുകൊള്ളണം, നിന്റെ മുമ്പിൽ ലോകം മുട്ടുകുത്തും. നീ ഒരുത്തൻ്റെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരത്തില്ല. മുട്ടുകുത്താൻ നടക്കുന്നവരാരെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാത്തവരും ദൈവിക പ്രമാണത്തെ വേണ്ട വിധത്തിൽ അംഗീകരിക്കാത്തവരും വില കൊടുക്കാത്തവരുമാണ്. ദാനിയേൽ വില കൊടുത്തപ്പോൾ ദാനിയേൽ അംഗീകരിക്കപ്പെട്ടു. ദാനിയേലിന്റെ മുമ്പിൽ സാമ്രാജ്യ സ്ഥാപകനും സാമ്രാജ്യത്തിന്റെ അധിപനുമാകുന്ന നെബൂഖദ്നേസർ അവിടെ സാഷ്ടാംഗം വീഴുകയാണ്. കാരണം രാജാവിന് ദാനിയേലിന്റെ സ്വപ്നത്തിലും സ്വപ്ന വ്യാഖ്യാനത്തിലും ആളങ്ങ് ഇംപ്രസീവായി, മതിപ്പുള്ളവനായി. മറ്റ് ജ്ഞാനികളോടൊപ്പം നിങ്ങളെയും കൊന്നുകളയും, നിങ്ങളിതൊരു ഉത്തരം പറഞ്ഞില്ലെങ്കിൽ മറ്റേ ജ്ഞാനികളൊപ്പം നിങ്ങളെ കൊന്നുകളയും എന്ന് പറഞ്ഞ രാജാവ് അങ്ങനെ ആരെയും ബഹുമാനിക്കാത്ത ഒരു രാജാവാണിത്. പ്രത്യേകിച്ച് ഒരു വിദേശ അടിമയുടെ മുമ്പിൽ പോയി മുട്ടുകുത്തത്തില്ല. ദാനിയേൽ എന്ന് പറയുന്നത് വിദേശ അടിമയാണ്. യെരുശലേം പിടിച്ചെടുത്തപ്പോൾ അവിടെ നിന്ന് അടിമയായി ഇവിടെ കൊണ്ടുവന്നതാ.
ഈ അടിമയുടെ മുൻപിൽ സാമ്രാജ്യ സ്ഥാപകൻ മുട്ടുകുത്തുന്നു. ഒരിക്കലും അവൻ ചെയ്യാത്തവനാണ്. നെബൂഖദ്നേസർ മുമ്പിൽ മുട്ടുകുത്തിയിട്ടില്ല. മറ്റുള്ളവരെ കൊണ്ട് മുട്ടുകുത്തിച്ചിട്ടേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവിക പ്രമാണങ്ങൾക്ക് പ്രാധാന്യത കൊടുത്ത് അതിൽ അടിയുറച്ചു നിൽക്കുന്ന ഭക്തന്റെ മുൻപിൽ ദാനിയേൽ മുട്ടുകുത്തുന്നു. അതുകൊണ്ട് ഇത് ദാനിയേൽ സ്വപ്നം കൃത്യമായി അറിയിച്ചു. അതിന്റെ അർത്ഥം സമർത്ഥമായി അവൻ വിശദീകരിക്കുകയും ചെയ്തപ്പോൾ, ഒന്ന്, ദാനിയേലിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു. രണ്ട്, ദൈവത്തിന്റെ നാമത്തെ അവൻ ഉയർത്തുന്നു. നിങ്ങളുടെ ദൈവം, അവിടെ വായിക്കുന്ന, ദേവന്മാരുടെ ദൈവമാണ്. ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ദാനിയേലിന് വേണേ പറയാം അത് ഞാൻ വെളിപ്പെടുത്തി. പക്ഷെ ദാനിയേൽ സകല മാനവും മഹത്വവും പുകഴ്ചയും അവനെടുക്കാതെ അത് മുഴുവൻ വെളിപ്പെടുത്തി കൊടുത്ത് അവന്റെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചു. ദാനിയേൽ ഇതെല്ലാം സ്വപ്നം വ്യാഖ്യാനിച്ചാലും നെബൂഖദ്നേസറിന് മനസ്സിലായി ഇവരുടെ ദൈവമാണ് ഇത് അവന് വെളിപ്പെടുത്തി കൊടുത്തത് എന്ന് നെബൂഖദ്നേസർ മനസ്സിലായി. ദൈവം അവനിലൂടെ, ദാനിയേലിലൂടെ ഇത് വെളിപ്പെടുത്തി. അതുകൊണ്ട് സകല മാനവും മഹത്വവും ദാനിയേൽ അവനെടുക്കാതെ, അതാഗ്രഹിക്കാതെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കപ്പെടുന്നു. മൂന്നാമത്തത്, ദാനിയേലിന് ദൈവം സ്ഥാനക്കയറ്റം നൽകി. അവന് മാത്രമല്ല, ഇവിടെ രണ്ട് കാര്യം. ഒന്ന്, ദാനിയേൽ രക്ഷിച്ചത് ദാനിയേലിന്റെ ജീവൻ മാത്രമല്ല, ദാനിയേലിന്റെ കൂടെയുള്ള 3 പേരെയല്ല. ഏതു സമയവും ന്യായവിധിക്ക് വേണ്ടി വിധിക്കപ്പെട്ട ഒരു വലിയ കമ്മ്യൂണിറ്റിയെ, ഒരു സമൂഹത്തെ ദാനിയേലിന്റെ പ്രവർത്തനത്തിലൂടെ അവർ രക്ഷപ്പെട്ടു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ദാനിയേലിന്റെ ജീവൻ മാത്രമല്ല, കൂടെയുള്ളവരുടെ മാത്രമല്ല, അഭിജ്ഞാനികൾ അഭിമാനിക്കപ്പെടുന്ന വലിയ സമൂഹത്തിൻ്റെ വരെ ജീവൻ ദാനിയേൽ മുഖാന്തരം രക്ഷപ്പെട്ടു. ദാനിയേൽ ഉന്നതമാകുന്ന പദവികളും സ്ഥാനങ്ങളും നൽകി, കൂടെയുള്ളവർക്കും നൽകി. അവരെല്ലാം ദേശത്തിന് സ്ഥാനാപതികളാക്കി മാറ്റിവെച്ചു. എന്നാൽ അവർ തങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ ദൈവത്തിൽ മുട്ടുകുത്തിയപ്പോൾ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തതുകൊണ്ട് അവർ ആ ദേശത്ത് മാനിക്കപ്പെട്ടു. അവരിലൂടെ മറ്റുള്ളവർ രക്ഷപ്പെട്ടു. ഇപ്പോൾ ദാനിയേലിന്റെ വാസം രാജാവിൻ്റെ കോവിലിനകത്താണ്, രാജാവിൻ്റെ കൊട്ടാരത്തിനകത്താണ്. ഇന്ന് രാത്രിയിൽ എൻ്റെ വാക്കിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞ് രാത്രി ഞാൻ അവസാനിപ്പിച്ചോളാം. കഴിഞ്ഞ ദിവസം ആരോ, ഒരു പ്രവാചകനാണെന്ന് തോന്നുന്നു, അദ്ദേഹം സർക്കാരിനെ വെല്ലുവിളിക്കുന്ന കണ്ടു. വെല്ലുവിളിച്ചത് ഇങ്ങനെയാ: സർക്കാരിനെ ഞങ്ങൾ സഹായിക്കാം. എങ്ങനെയാണ് ചോദിച്ചാൽ, തെളിയിക്കപ്പെടാത്ത ഏത് കേസും ഞങ്ങൾ തെളിയിച്ചു തരാം. ആ പറയുന്ന പദപ്രയോഗം ഭയങ്കര അഹങ്കാരത്തിൻ്റെയും അഹംഭാവത്തിൻ്റെയും വാക്കുകളാണ്. രാജാവ് ഗവൺമെന്റ് രേഖാമൂലം ഞങ്ങൾക്ക് തന്നാൽ, ഞങ്ങളെ ഏൽപ്പിച്ചാൽ, ഞങ്ങൾ തെളിയിക്കപ്പെടാത്ത കേസുകൾ ഞങ്ങൾ തെളിയിച്ചു തരാം. ഞാൻ ആ ഭാഗം കേട്ടപ്പോൾ വാസ്തവത്തിൽ ഞെട്ടിപ്പോയി. ഏതോ അറ്റവും മുറിയും പറയുന്ന കൊച്ചു പ്രവാചകൻ എന്തോന്ന് വെളിപ്പെട്ട് കിട്ടിയപ്പോഴത്തേക്ക് അവൻ വെല്ലുവിളിച്ച് പറയുകയാണ്. അവൻ്റേതായിരിക്കുന്ന അകത്തെ അകംഭാവം അങ്ങ് എഴുന്നേറ്റു, അഹങ്കാരവും എഴുന്നേറ്റു.
എന്നിട്ട് പറയാണ് ഞങ്ങൾ തെളിയിക്കാം. ദാനിയേലിനെ സംബന്ധിച്ച് നോക്കണം. ദാനിയേൽ അത് മുഴുവൻ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി കൊടുത്തു. ദൈവം വെളിപ്പെടുത്തി തന്നു. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവമാണെന്ന് ദാനിയേൽ ആ രാജ്യത്ത് വെളിപ്പെടുത്തി. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ പറയട്ടെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി വെളിപ്പെട്ട് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊന്നും നെകളിക്കാനും പുകഴാനും ഒന്നും പാടില്ല. ഇതൊക്കെ ഗിഫ്റ്റാണെന്ന് ദൈവജനം പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ദാനങ്ങളാ. ഇതൊക്കെ ഏത് സമയം മാറ്റപ്പെടും. അതുകൊണ്ട് നെളിയാതെ ഭയപ്പെടുക. ദൈവം എന്തെങ്കിലും ചെറിയത് തന്നെന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചും നിന്നാൽ എന്ത് സാധിക്കുമെന്നൊക്കെ പറയുന്നുവെങ്കിൽ അതേത് ആത്മാവിലാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടേക്കാൾ ദൈവമക്കളെ, ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നത് എന്തായിരുന്നാലും അത് വിശ്വസ്തയോടെ നമുക്ക് ചെയ്യണം. ദൈവിക വചനത്തിനും ദൈവിക നിയമങ്ങൾക്കും പ്രാധാന്യം കൊടുക്കണം. അത് ഒരിടത്തും അടിയറ വെക്കാൻ പാടില്ല. അങ്ങനെ നിൽക്കുന്നെങ്കിൽ നാം മാനിക്കപ്പെടുന്നൊരു ദിവസം നമുക്കുണ്ട്. ആര് നമ്മളെ മാനിച്ചില്ലെങ്കിലും നമ്മളെ മാനിക്കുന്ന ലോകം നമ്മുടെ മുമ്പിൽ മുട്ടുകുത്തുന്ന, നമ്മളെ കൊല്ലുമെന്ന് പറയുന്നവർ തന്നെ നമ്മുടെ മുമ്പിൽ വന്ന് മുട്ടുകുത്തുന്ന, നമ്മളെ നേരെ ഭീഷണി മുഴക്കുന്നവർ തന്നെ നമ്മുടെ മുമ്പിൽ വന്ന് മുട്ടുകുത്തുന്ന ഒരു ദിവസം നമ്മുടെ മുൻപിലുണ്ട്. നമ്മൾ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചാൽ മാത്രം മതി. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഈ വാഴ്ചകളെല്ലാം മാറി രാജ്യത്വം ഏറ്റെടുക്കുന്നൊരു ദിവസമുണ്ട്. എന്നേക്കുമാകെ നീക്കം വരുത്തിയിട്ട് പുത്രൻ മശികയായ കർത്താവ് രാജ്യത്വം ഏറ്റെടുക്കും. ജാതികളിൽ ഏൽപ്പിക്കത്തില്ല, എന്നേക്കുമുള്ള രാജ്യത്വം സ്ഥാപിക്കും. ആ ഒരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തിനകത്ത് നിറയട്ടെ. ആ പ്രത്യാശയോടെ നമ്മുടെ സ്റ്റെപ്പുകൾ വെക്കാം. ഈ വചനങ്ങൾ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.